വെൽക്കം ടു എസ് ഫോർ സക്സസ് ബൈ സംഗീത എസ്. നമ്മുടെ ജന്മദേശത്തിനെക്കുറിച്ചും അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ചും ബോധ്യമുണ്ടാവുക എന്നത് പരമപ്രധാനമായ ഒന്നാണ്. ഈ വീഡിയോയിൽ കേരളത്തെക്കുറിച്ചും അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. വെൽക്കം ടു ദ വീഡിയോ ആൻഡ് കേരള ദ ഗോഡ്സ് ഓൺ കൺട്രി. കേരള സംസ്ഥാനം രൂപീകൃതമാവുന്നത് 1956 നവംബർ 1 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വഴി ഭാഷാ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാനം രൂപീകൃതമായത്. 38,763 കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. കേരളത്തിൽ ആകെ 14 ജില്ലകളാണുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവയാണ് 14 ജില്ലകൾ. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. വടക്കൻ അക്ഷാംശം 8 ഡിഗ്രി 18 മിനിറ്റ് നോർത്ത്, 12 ഡിഗ്രി 48 മിനിറ്റ് നോർത്ത്, കിഴക്കൻ രേഖാംശം 74 ഡിഗ്രി 52 മിനിറ്റ് ഈസ്റ്റ്, 77 ഡിഗ്രി 22 മിനിറ്റ് ഈസ്റ്റ്. പ്രസ്തുത വിവരം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഔദ്യോഗിക ലൊക്കേഷൻ പ്രകാരമാണ്. കേരളത്തിൻ്റെ വലിപ്പം കണക്കാക്കുമ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. കേരളത്തിൻ്റെ അതിർത്തിയിലേക്ക് കടക്കുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗം കർണാടകയും കിഴക്ക് തെക്ക് ഭാഗം തമിഴ്നാടും പടിഞ്ഞാറ് ഭാഗം ലക്ഷദ്വീപിനാലും ചുറ്റപ്പെട്ടാണ് കേരള സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഔദ്യോഗിക വിവരങ്ങളിലേക്ക് കടക്കുമ്പോൾ ഔദ്യോഗിക മൃഗം ആന, ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന, ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി, ഔദ്യോഗിക മത്സ്യം കരിമീൻ, ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ, ഔദ്യോഗിക ഫലം ചക്ക, ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് കടക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. ഇതിനു മുമ്പ് പാലക്കാടായിരുന്നു വലിയ ജില്ല. ഇടുക്കി ജില്ലയിലേക്ക് മാറ്റപ്പെടാനുള്ള പ്രധാന കാരണം ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി പഞ്ചായത്തിലേക്ക് എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിൻ്റെ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. ആയതിനാൽ നിലവിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ഏറ്റവും വലിയ നദി പെരിയാർ. കേരളത്തിൻ്റെ ജീവരേഖ എന്ന പേരിലും പെരിയാർ നദി അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായൽ. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകം. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. എഫ് ആകൃതിയിലാണ് ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. 1976 ഈ പദ്ധതി കമ്മീഷൻ ചെയ്യുന്നത്. ഇത് പ്രകാരം ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ അണക്കെട്ടുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട 1961 ആരംഭിക്കുകയും 1992 അതിൻ്റെ പണി പൂർത്തിയാവുകയും ചെയ്തു. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ 61,630 ഹെക്ടർ കൃഷിസ്ഥലങ്ങളിൽ ജലസേചനം നൽകുകയായിരുന്നു പ്രധാന ലക്ഷ്യം. ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ ഡാം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5. കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ ഇരവികുളം നാഷണൽ പാർക്ക് 1978, സൈലന്റ് വാലി 1985, ആനമുടിച്ചോല 2003, മതികെട്ടാൻ ചോല 2003, പാമ്പാടും ചോല 2004. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തി. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്ക് 1899 TM അപ്പു നെടുങ്ങാടിയാണ് ഈ ബാങ്ക് സ്ഥാപിച്ചത്. ആദ്യത്തെ കോളേജ് CMS കോളേജ് കോട്ടയം. ആദ്യത്തെ ഗവർണർ B രാമകൃഷ്ണ റാവു 1956 നവംബർ 22 അദ്ദേഹം ചുമതലയേൽക്കുന്നത്. ആദ്യത്തെ മുഖ്യമന്ത്രി 1957 ഏപ്രിൽ 5 EMS നമ്പൂതിരിപ്പാട് ചുമതലയേറ്റു. ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട്. എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ആദ്യത്തെ കളർ ചിത്രം കണ്ടം ബച്ചാക്കോട്ട് 1961 ഇത് പുറത്തിറങ്ങിയത്. കേരളത്തെ പറ്റിയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത്. ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.